ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് അതാണ് ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ നീണ്ട കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ കിളിയന്തറിലേക്ക് നമ്മുടെ പഴയ വീട്ടിലേക്ക് പോവാണ്. ഏതാണ്ട് 3-4 ആഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ പണി ഏകദേശം എത്ര ശതമാനം തീർന്നു? 99% പണി തീർന്നു. ഗൈസ് നോക്കി, ഇനി കുറച്ച് പരിപാടിയുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ ചെല്ലേണ്ട അത്യാവശ്യമായ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ്. അതിന് മുന്നായിട്ട് ഞങ്ങൾക്ക് 2-3 കാര്യം പറയണ്ട. ഒന്നാമത്തെ കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വണ്ടി കൊണ്ടുപോയി പറഞ്ഞായിരുന്നു നമ്മുടെ TT നെപ്പോളിന്റെ നമ്മുടെ SS നെപ്പോളിന്റെ കളർ മാറ്റുമെന്ന്. ഗൈസ് നോക്കൂ, ആ സ്വപ്നം നടക്കില്ല. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിയുടെ കളർ മാറ്റണമെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ RC സറണ്ടർ ആക്കണം. അതേപോലെ തന്നെ നമ്മൾ RT ഓഫീസിൽ അപേക്ഷ വെക്കണം. അതായത് നമ്മുടെ വണ്ടിയുടെ ഈ കളർ മാറ്റി ഇന്ന കളർ ഇന്ന ഇതെന്ന് പറഞ്ഞ് നമ്മൾ അപേക്ഷ വെച്ച് നമ്മുടെ കയ്യിൽ RC സറണ്ടർ ചെയ്തിട്ട് നമ്മുടെ കളർ മാറ്റിയിട്ട് നമ്മൾ വണ്ടി കളർ മാറ്റിയ ശേഷം നമ്മൾ ഏതാണ് RT ഓഫീസ് അവിടെ വണ്ടി കൊണ്ടുവന്ന് RTOനെ കാണിച്ചതിന് ശേഷം RT ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് തരും? അതായത് RC ബുക്ക്, അടുത്ത RC ബുക്ക് അടിച്ച് നമ്മുടെ കൈ തരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ RC ബുക്ക് അടിച്ച് കൈ കിട്ടണമെങ്കിൽ നല്ല കാലതാമസമുണ്ട്. നമ്മുടെ ഇതില്ലേ സഫാരിയുടെ 1 മാസം കണ്ടായി മാറ്റം കൊടുത്തത്, അതുപോലും കിട്ടിയിട്ടില്ല. ഗൈസ് സത്യമായിട്ടോ പറഞ്ഞത്. അതായത് നമ്മുടെ സഫാരിയുടെ RC ബുക്ക് മാറ്റാൻ വേണ്ടി കൊടുത്തിട്ട് 1 മാസം അടുത്ത് ആകാറായി. ഇതുവരെ നമ്മുടെ കൈ കിട്ടിയിട്ടില്ല. ഏതാണ്ട് ഇപ്പൊ നേരത്തെ ഒരാഴ്ച കൊണ്ട് കിട്ടുമായിരുന്നു, ഇപ്പൊ അത് കിട്ടിയില്ല. പിന്നെ അടുത്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമ്മൾ വണ്ടിയുടെ പെയിന്റ് മാറ്റാൻ വേണ്ടി കൊടുത്ത് RC ബുക്ക് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് RC ബുക്ക് കിട്ടാൻ ഡിലേ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഏപ്രിലിൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന്, നേപ്പാളിൽ നിന്ന്, ചൈന വഴി യൂറോപ്പിന് പോകുന്ന നമ്മുടെ യാത്രയുടെ കാര്യം കുതാഗതയാവും. അപ്പൊ RC ഇല്ലെങ്കിൽ പണി കുറെ കാര്യങ്ങളൊക്കെ പണി പാളും. കേരളത്തിന്റെ പുറത്തോട്ട് തന്നെ RC ഇല്ലാതെ തന്നെ പണിയാണ്. ഗൈസ് നോക്കൂ, യാഥാർത്ഥ്യം അതാണ്. എവിടെ ചെന്നാലും RC ചോദിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ RC സറണ്ടർ ചെയ്തിട്ട് പോയി കിട്ടാൻ താമസിച്ച് നമ്മൾ പെട്ടു. അതുകൊണ്ട് നമ്മൾ കളർ മാറ്റുന്നില്ല. കളർ മാറ്റി കഴിഞ്ഞുള്ള വിഷയം അതാണ്. നമ്മുടെ സഫാരിയുടെ തന്നെ RC ഇതുവരെ നമുക്ക് എന്ത് ചെയ്ത് കിട്ടിയിട്ടില്ല. ഇപ്പം 1 മാസം ആകാനായല്ലോ. അത് വെച്ചിട്ട് ഇപ്പൊ നമുക്ക് കേരളത്തിന്റെ പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല. ഗൈസ് നോക്കൂ, അതാണ് യാഥാർത്ഥ്യം. എവിടെ ചെന്ന് കഴിഞ്ഞാലും എല്ലാരും എന്ത് ചോദിക്കില്ല, പിന്നെ RC ബുക്ക്. വേറെ കാര്യമുണ്ട് ഇവനെ. ഇപ്പൊ നമ്മുടെ വണ്ടി ഇപ്പൊ നമ്മൾ RC ബുക്ക് മാറ്റിന്ന് വെച്ചോ, നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ കളർ മാറ്റാൻ വേണ്ടി ചെന്നപ്പോ നമ്മൾ അവിടുന്ന് എവിടുന്നൊക്കെ ഓടിച്ചിട്ട് പോയിട്ട് നമ്മുടെ സാധനം കൊണ്ടുവരും ചെയ്തേ. അതായത് തപാലിൽ പോയിട്ട് അത് തലശ്ശേരിയോ കണ്ണൂര് പോയിട്ടോ നമ്മുടെ ഇങ്ങോട്ട് വരുള്ളൂ. ഓർമ്മയുണ്ടോ? നമ്മുടെ വീടും ഇരിട്ടിയാണ്. ഇരിട്ടിന്ന് ക്ലീനറോട്ട് ഇവിടെ 10 കിലോമീറ്റർ ഉള്ളൂ. ആ സാധനം നേരെ കണ്ണൂര് പോകും. കണ്ണൂര് 45 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ നമുക്ക് ഇങ്ങോട്ട് ഇവൻ പറഞ്ഞത് ശരിയാട്ടോ. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇരിട്ടി RT ഓഫീസിൽ നിന്ന് പോസ്റ്റ് ഓഫീസ് വരെ അയച്ചപ്പോൾ ഇരിട്ടിന്ന് കണ്ണൂർ, തലശ്ശേരി അവിടെ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുവുള്ളൂ പറഞ്ഞത്. അപ്പം അങ്ങനെ കുറേ നൂലാമാലകളുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആ വലയും കൂടെ നമ്മൾ എടുത്തു വെക്കണ്ടല്ലോ. നമ്മുടെ ഓമിനി ചെറുക്കൻ ഇവിടെയുണ്ട്. ഇവനെ ഒന്ന് റീസ്റ്റോർ ചെയ്ത് ഇവനൊന്ന് വൃത്തിയാക്കി സെറ്റപ്പ് ആക്കി ഒന്ന് മാറ്റിയെടുക്കണം. കാരണം ഇവനൊന്ന് റീസ്റ്റോർ ചെയ്തെടുക്കേണ്ടത് അത്യാവശ്യമായൊരു കാര്യമാണ്. എന്തായാലും അത് ചെയ്യണം കേട്ടോ. അത് മസ്റ്റാണ് അല്ലേടാ? അല്ലേ? ഗൈസ് നോക്കും, ഞങ്ങൾ നേരെ കിളിയന്തറിലേക്ക് പോവാണ്. നമ്മുടെ മേഴ്സിക്കുട്ടി അവിടെ ഉണ്ട്. മേഴ്സിക്ക് ഇപ്പോൾ മൈലേജ് ഇല്ല കേട്ടോ. നേരത്തെ ഒരു 9-8 കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒരു 6-4 കിട്ടിയെങ്കിൽ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ ആ ഒരു സംഭവം പോയി. അതിനിപ്പം ഞങ്ങൾ ദുബായിക്ക് പോകുമ്പോൾ പറയാൻ പറഞ്ഞത് അത് വേറൊരു കാര്യം. ഗൈസ് നോക്കും, അതായത് ഞങ്ങൾ ഏതാണ്ട് 4-5-6 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഇവിടെ നേരെ ദുബായ്, ജോർജിയ, തുർക്കി, റഷ്യ, അൽബേനിയ നടക്കൂല. അങ്ങനെ അതായത് കസാക്കിസ്ഥാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പോകും. അതോടുകൂടി ഇപ്പം പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് നമുക്ക് 46 രാജ്യം അടിക്കാനുള്ള പാസ്പോർട്ട് എടുക്കാൻ വലുത് അല്ലേ, ജംബോ പാസ്പോർട്ട്. പിന്നെ വേറെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അന്ന് പുൽക്കൂടിന് കുത്തിയ സംഭവങ്ങളും സംവിധാനങ്ങളും കാണണേ. അതിൻ്റെ അകത്ത് തെന പിടിച്ചു. പിന്നെ ഇത് കടുകാണോടാ? കടുക്, മുത്താറി, ഗോതമ്പ്, ചോളം, അങ്ങനെയുള്ള അത്യാവശ്യം എല്ലാ സാധനവും ഇട്ടായിരുന്നു. ഇത് ഗോതമ്പാണെന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഈ കാണുന്ന സാധനം കേട്ടോ. ഇതാണ് തേന. ഇത് കടുക്. അത് മറ്റെനിക്ക് തോന്നുന്ന ഗോതമ്പാന്ന് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം എല്ലാ സാധനവും ഇവിടെ പിടിച്ചു. ഈ സാധനം ഇതുവരെ മാറ്റാൻ പറ്റില്ല. ഇത് മാറ്റണം. പിന്നെ ഇവിടെ കുറച്ച് പരിപാടിയുണ്ട്. അതൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി. ഇവിടെ ഇങ്ങനെ ഒരു കല്ലുണ്ട്. ആ കുറച്ച് കല്ലിരിപ്പുണ്ട്. ഇതേപോലത്തെ ആ കല്ലെടുത്ത് ഇങ്ങനെ നിരത്തി അവിടെ സെറ്റപ്പ് ചെയ്യണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു രസമില്ല അല്ലേടാ. പിന്നെ അത്യാവശ്യം നല്ല വെയിലാണ്. ടാൻ അടിക്കും. എന്തടിക്കും? ടാൻ അടിക്കും കേട്ടോ. നോക്ക്, നേരെ ഞാൻ ചെറുക്കനെടുത്ത് പോട്ടോ കേട്ടോ. ഫൈനലി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഞങ്ങളുടെ വീടിന്റെ മേളിൽ ഞങ്ങൾ 2 ബുദ്ധിസ്റ്റ് കൊടി വെച്ചായിരുന്നേ. 4 എണ്ണം. പക്ഷെ വേറെ കാര്യമുണ്ട്, 3 എണ്ണം ബാക്കി കാണുന്നില്ല. അത് ബേക്കി കിടക്കുന്നുണ്ട്. കാറ്റ് തെറിച്ചിട്ട് പോയത് ആണോ? കാറ്റ് തെറിച്ചു പോയതാ? പനി വന്നിട്ട് ഒരു രക്ഷയില്ല. ഞാൻ പറയാൻ വന്നേ, എനിക്കില്ല
എനിക്ക് ലെവിനും അതിശക്തമായ പനിയാട്ടോ. പനി, തലവേദന, ജലദോഷം, തുമ്മൽ, അങ്ങനെയുള്ള എല്ലാ സംഭവം 2 ദിവസം ഒരേ കിടപ്പായിരുന്നു. ഇപ്പം ഒരു ഇച്ചിരി ആശ്വാസമുണ്ട്. അന്നപ്പോ നമ്മൾ ഏറ്റു, വീണ്ടും നമ്മൾ കൂടും, പിന്നെ പോയി കിടക്കും. നോക്കൂ, ഞങ്ങൾ അങ്ങനെ ഫൈനലി മലയോര ഹൈവേയിലെത്തി. ഇവിടെ നമുക്ക് 2 റൂട്ടുണ്ട്. ഒന്ന് വേണേലും ഇവിടുന്ന് ഇങ്ങോട്ട് പോയിട്ട് പോവാം, ഒന്ന് വേണേ ഇങ്ങനെ നേരെ പോയി അങ്ങാടി അങ്ങനെ പോവാം. ഞങ്ങൾ ഈ കാണുന്ന ഷോർട്ട് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് മുങ്ങാൻ എത്ര വഴിയാന്നറിയാവോ അല്ലേ? ഫൈനലി ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി. അങ്ങനെ വീടിന്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. അതെ ഗൈസ് നോക്കൂ, അതായത് അപ്രോക്സിമേറ്റ് ഏകദേശം പരിപാടി കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ പരിപാടിയുണ്ട്. അതായത് കുറച്ച് പെയിന്റ് അടി, ഇതുണ്ടോ ഈ കാണുന്ന ഇവിടുത്തെ കുറച്ച് പെയിന്റ് അടി, പിന്നെ അതേപോലെ തന്നെ ഇതുണ്ടോ ഇവിടെ പിന്നെ ഫില്ല് ചെയ്യാണ്ട് പെയിന്റിങ്, പിന്നെ അതേപോലെ ഇവിടെ ഒരു സീലിംഗ് മാർക്ക് ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ഇവിടെ സീലിംഗ് ഉണ്ട്. പിന്നെ അങ്ങോട്ട് വരാൻ നേരത്ത് ഇവിടെയൊക്കെ ഫുള്ള് ലെവലാക്കി പെയിന്റ് അടിച്ച് സെറ്റപ്പാക്കി. ഇതുണ്ടോ ഇവിടെയൊക്കെ ഇതൊക്കെ ചാണകം കൊണ്ട് മേടിക്കുക സെറ്റപ്പായിരുന്നു. അതൊക്കെ മാറ്റി പിന്നെ നമ്മൾ കോൺക്രീറ്റ് ഇട്ടിന് ശരി കേട്ടോ. ഈ കാണുന്ന ഇതായിരുന്നു ചാണകം കൊണ്ട് മെഴുകിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് മാറ്റി ഇപ്പം നമ്മൾ ഇതാക്കി കോൺക്രീറ്റ് ആക്കി. ഇനിയിപ്പോൾ ഇതിൻ്റെ മേളിൽ ബാക്കി സംഭവം ചെയ്യണം. പിന്നെ ഈ ഒരു ജനൽ ഫുള്ള് ദ്രവിച്ചു പോയി. അപ്പോൾ ഇത് ഫുള്ള് ചെതലെടുത്ത് ദ്രവിച്ചാണ്. അപ്പോൾ ഇതിന് ഇപ്പം എന്തായി, അതായത് ഇതിനെ ഇപ്പം നമ്മൾ വേറെ ജനൽ പറഞ്ഞിട്ട് അത് അടുത്ത ദിവസം കൊണ്ട് വെക്കും. പിന്നെ അതേപോലെ തന്നെ ഈ റൂം ഫുൾ പെയിന്റ് അടിച്ചു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ ഒരു സീലിങ്ങിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ഇവിടെ ഒരു സീലിങ് വരണം. പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഇതിങ്ങനെയൊന്നുമല്ല, ഇത് മൊത്തം പൊളിച്ച് സെറ്റപ്പാക്കി. ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ, കാരണം ഇവിടെ ഇപ്പം കോൺക്രീറ്റ് ചെയ്ത് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ അമർന്നു പോകും. ഇവിടെ പുകയില്ലാത്ത അടുപ്പ്, ഇവിടെ 3 എണ്ണത്തിൻ്റെ പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളും വെച്ചു. അതിൻ്റെ കുഴലും സംഭവമൊക്കെയാണ് ഈ കയറി പോകുന്നത്. പിന്നെ ഇവിടെ ഒരു നമ്മുടെ അവിടുന്ന് കൊണ്ടുവന്ന മറ്റേ ടൈലും സംഭവമിട്ട് എന്ത് ചെയ്തു, ഒരു പാതകം പോലത്തെ സെറ്റപ്പ്. പിന്നെ ഈ ഡോറിന് മാറ്റണം. പിന്നെ അതേപോലെ തന്നെ ഇവിടെയൊക്കെ തേച്ച് ഫില്ല് ചെയ്തു. ഇവിടെ ഈ കാണുന്ന ഗ്രില്ലുണ്ടോ, ഈ കാണുന്ന ഗ്രില്ലിന് എന്ത് ചെയ്യാണ്ട് പിന്നെ അവിടെ പെയിന്റ് ചെയ്യണ്ട. അതേപോലെ തന്നെ അങ്ങോട്ട് പോകല്ലേ? ഇല്ല, അങ്ങോട്ട് പോകുന്നില്ല. ഈ കാണുന്ന സ്ഥലം മൊത്തം പൊളിച്ചായിരുന്നു. ഇത് പുതിയ തേപ്പാ. ഇത് കണ്ട, ഇതെല്ലാം പുതിയ പേപ്പല്ല. പിന്നെ അതേപോലെ തന്നെ പുട്ടി കൊണ്ടുവന്നിട്ടേ, ഇതൊക്കെ പണ്ട് നമ്മൾ ഓരോ രൂപങ്ങള് പിന്നെ ഓരോ സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഈ ആണി കൊണ്ട് അടിക്കുന്ന സംവിധാനം എഴുതി കാണുന്നത്. ആണി കൊണ്ട് അടിച്ചടിച്ച് ഇതായതാ. അപ്പോൾ പുട്ടി കൊണ്ടുവന്നത് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ കുറച്ച് പരിപാടി ഇനിയും ബാക്കിയുണ്ട്. ഇനിയും വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡോർ എന്ത് ചെയ്യും, ഇതിന് വേറെ ഡോർ വെക്കണം. ഇതിന് ഡോറില്ലല്ലേ? ഇതിനും ഡോർ വെക്കണം. പിന്നെ അതുപോലെ ബേക്ക് ഡോർ വെക്കണം. അങ്ങനെ മൊത്തം 3 ഡോർ വെക്കണം. 3 ഡോർ. പിന്നെ ബാത്റൂമിന് ഡോറില്ല. ഏതാടാ ഏതാ ഈ ഡോർ നമ്മൾ അന്ന് വെച്ചപ്പോ കട്ടർ ഇല്ലാത്ത ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് വെച്ചാക്കുന്ന. ഈ ഡോർ മാറ്റണം ഫ്ലൈവുഡിന്റെ. അപ്പൊ ടോട്ടൽ 3 ഡോർ നമുക്ക് വാങ്ങാം അല്ലേ. ഇവിടെ അലമാരി കാര്യങ്ങള്. പിന്നെ ഇതിന്റെ മേളിലേക്ക് വരാൻ നേരത്ത് ഇതാണ് ഞാൻ പറഞ്ഞ സീലിംഗ് സംവിധാനങ്ങൾ. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലേക്ക് വരുന്നത് ഈ സംഭവം ഇവിടുന്ന് പറിച്ചിട്ട് ഈ സൈഡിലേക്ക് വെക്കണം. ബാക്കി ഇതൊക്കെ വിറകായിട്ടോ, ഇതൊക്കെ ഫുള്ള് വിറകായി. ഇത് കഴിക്കോലും സംഭവങ്ങളൊക്കെ ആയിരുന്നു പഴയ, അത് മാറ്റി ഫുള്ള് വിറകായി. ഇനിയും ഇങ്ങോട്ട് വരുന്നത് ഇവിടെ പാതകം അതുപോലുള്ള സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ ആയി. അരകല്ല് വെക്കാനുള്ള സംഭവം, പാത്രം കഴിയുള്ള സംവിധാനങ്ങൾ കാര്യങ്ങളും. പിന്നെ ഇവിടെ തേച്ച് ഇത് ലെവലാക്കി. ഇനി കുറച്ചും കൂടെ പരിപാടി ഉണ്ട് കേട്ടോ, തീർന്നിട്ടില്ല. പിന്നെ ഇവിടെ ഒരു പെയിന്റിങ്ങിന്റെ പരിപാടി ഉണ്ട്. പിന്നെ വീടിന്റെ ഉള്ളിലെ സാധനങ്ങളെല്ലാം പുറത്തുള്ള, അതൊക്കെ അടുത്ത ദിവസം ഇങ്ങോട്ട് കയറണം. വൈ അന്ന് തേച്ച് അങ്ങനെ തന്നെ ഈ തേപ്പുണ്ട്. വാട്ട് വൈ കാര്യം എന്നാന്ന് ചോദിച്ചിട്ടുണ്ട്, ഇത് മിനുസമാക്കിയിട്ടില്ല. മറ്റേ തരിപ്പില്ലേ, തരിപ്പ്, അതേപോലെ ഇത് റഫ് തേപ്പാട്ടോ ഈ കാണുന്ന തേപ്പ്. പിന്നെ ബാക്കി സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്ന സാധനങ്ങളൊക്കെ അവിടുത്തെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം നേരെ വീണ്ടും ഉള്ളിൽ കയറ്റി. ബാത്റൂം നമ്മൾ ടൈലിട്ടു. യെസ്, ബാത്റൂം നമ്മൾ ടൈലിട്ടു, അത് സെറ്റപ്പ് ചെയ്തു. ഇനി കുറച്ച് പരിപാടി ചെയ്യാണ്ട്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ മാവേൽ, ഇതൊരു മൂവാണ്ടൻ മാവാട്ടോ. പിന്നെ അത് മാങ്ങയുണ്ട് അല്ലേടാ, അല്ലേ? ഈ കാണുന്ന ഇതിൻ്റെ അത് മാവേൽ മാങ്ങ, ഇതൊരു മാവായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ അല്ലേ, പിന്നെ ഇതുണ്ട് മേളിലെ ലിബിൻ പറഞ്ഞ പോലെ ഇവിടെ ഇതിന്റെ ഇപ്പുറം ഒരു തേപ്പ് ഉണ്ടായിരുന്നു. ആ തേപ്പ് മൊത്തം പൊളിച്ചു. അതിന്റെ ബാക്കി വേസ്റ്റും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഞങ്ങൾ നോക്കാൻ വേണ്ടി വന്നേട്ടോ. ഇവിടെ ഇനിയിപ്പോൾ കുറച്ചുകൂടെ പരിപാടി ഉണ്ട്. അവിടെ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റപ്പായി അല്ലേ ലിബിനെ? ഈ കാണുന്ന പെയിന്റ് നമ്മുടെ വീട് പെയിന്റ് അടിച്ചതിന് ബാക്കി പെയിന്റ് ഉണ്ടായിരുന്നു ഡയമണ്ട്. ഏറ്റവും ചെറിയ പൈസയുടെ ഗുണനിലവാരമുള്ള നല്ല സൂപ്പർ പെയിന്റ് ആട്ടോ. എന്റെ വീട് മൊത്തം അതുകൊണ്ട് അടിച്ചത് ഡയമണ്ട് എന്ന് പറഞ്ഞ പെയിന്റ്. അത്യാവശ്യം കുഴപ്പമൊന്നും, ഏറ്റവും നല്ലത്. ഗൈസ് നോക്കിയതുണ്ടോ, ഇതെല്ലാം കഴിക്കോളിന്റെ ബാക്കി പത്രം ഇവിടെ ഒരു പട്ടിക്കൂടും സംഭവങ്ങളൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതും സെറ്റപ്പ് ആക്കി. ഇനി ഇതാണ് ബാത്റൂം കേട്ടോ. ബാത്റൂമിന് ആസ്പെറ്റോസ് ആണ് ഇട്ടേക്കുന്നത്. ഇതാണ് ആസ്പെറ്റോസ്. പിന്നെ അതേപോലെ തന്നെ ഇതുണ്ടോ, ആസ്പെറ്റോസിന് പെയിന്റ് അടിക്കുമോ? ഉണ്ടോ? കമ്പിക്ക് പെയിന്റ് അടിക്കണം.
പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മുടെ വീട്ടിലിട്ട സെയിം ടൈല് കേട്ടോ, ബാത്റൂമിന് ആ സംഭവം കിട്ടും. 3 ഡോറ് നമ്മൾ പറഞ്ഞ പോലെ 3 ഡോറ് മേടിക്കണം കേട്ടോ. ഈ ഒരു ഡോറ് മേടിക്കണം. പിന്നെ ഇതിൻ്റെ പുറകിൽ ഈ കാണുന്ന അടുക്കളയുടെ അവിടെ ഉള്ളൊരു ഡോറുണ്ട്, ആ ഒരു ഡോറ് മേടിക്കണം. പിന്നെ അതുപോലെ ബാത്റൂമിൻ്റെ ഡോർ. അപ്പോൾ ഈ 3 ഡോറിൻ്റെ അളവ് എടുക്കാം കേട്ടോ. നാളെ അത് മേടിക്കണം, അതിന് വേണ്ടിയുള്ള അളവാണ്. അപ്പോൾ നാളെ ഇരട്ടിക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ മേടിക്കണം. ബാക്കിയുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു സീലിങ്ങിൻ്റെ ഒരു വിഷയമുണ്ട്. കാരണം വെച്ചാൽ ഈ സീലിംഗ് ചെയ്തില്ലെങ്കിൽ ഈ വീട്ടിൽ ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് പോകാൻ പറ്റൂല. ചാടാന്നല്ല, കുരങ്ങന്മാർ കയറും. അതായത് ഇതിപ്പം ഓടിട്ടല്ലോ, ഈ കാണുന്ന ഒരു ഓടിട്ട് സെറ്റപ്പാക്കി 4 ഓട് എടുത്തോണ്ട് പോയിട്ടോ. 4 ഓട് കുരങ്ങന്മാരെടുത്ത് എറിഞ്ഞു കളിച്ചു. ഇപ്പൊ ഇച്ചിരി ടറായി. പണ്ട് ഈ കാണുന്ന തെങ്ങ മാത്രമേ കയറുള്ളായിരുന്നു. ഇപ്പം ഇവരെന്തായി ഈ കാണുന്ന ഈ ഓടൊക്കെ എടുത്ത് എറിയാൻ തുടങ്ങി. അങ്ങനെ 2-3 ഓട് പോയി. ഇതുണ്ട് ഇവിടെയൊക്കെ എന്നിട്ട് ലാസ്റ്റ് തേച്ചൊക്കെ വെച്ചോട്ടെ. ഇതുണ്ട് ഇവിടെ എല്ലാം ഗ്യാപ്പ് ഉണ്ടോ. ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ ഇട്ടിട്ട് പോയതാണ്. ഈ കുരങ്ങന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വലിച്ചും ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇവളുടെ ഗ്യാപ്പായി. ഇനി ഇത് ഒന്നേന്ന് വീണ്ടും ലെവലാക്കണം കേട്ടോ. അപ്പം അടുത്ത ദിവസം ഇത് സിമെന്റ് വെച്ച് അടയ്ക്കണം. വേറെ കാര്യമുണ്ട്, ഇനി അവര് വരൂല. കാര്യം എന്താണെന്ന് വെച്ചാല് കശുവണ്ടി ഉള്ള കാരണം അതിന്റെ പഴ നിന്ന് മത്തായിട്ട് എവിടെയും കിടക്കുന്നുണ്ട് ഗൈസ്. അതായത് പിന്നെ ഇത് എന്തായാലും ഇതിന്റെ മേളിലെ ഓടും കൂടെ മൊത്തം നമ്മൾ പിന്നെ തേച്ചല്ല പരിക്കം വെച്ച് ഇതാക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. ഓ ഈ സൈഡ് ഒരുങ്ങി പോയല്ലേ, അടിപൊളി. ഇത് അടുത്ത വർഷം ഇതും കൂടെ നമുക്ക് ചെയ്യണം. ഇതല്ലേ അടുത്ത പ്രാവശ്യം ഈ കാണുന്നത് ഇവിടെ ഒന്ന് കെട്ടി ലെവലാക്കി, ഇവിടെയൊക്കെ ഒന്ന് ലെവലാക്കി അവിടെ ഒരു സ്വിമ്മിംഗ് പൂളും പണിത് സെറ്റപ്പ് ആക്കണം. എൻ്റെ മറ്റേ എയർബിയോ അതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ. എയർബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആൾക്കാർക്ക് ഇതിപ്പം ബാംഗ്ലൂർ മൈസൂർ പോകുന്ന റൂട്ടാണല്ലോ. നമ്മളിവിടെ ഒരു സംവിധാനം ഉണ്ടെന്ന് പറയുന്നത്, ഇവിടെ ഒരെണ്ണം പണിയുന്നു, അവിടെ ഒരെണ്ണം പണിയുന്നു, അവിടെ ഒരെണ്ണം പണിയുന്നു. നമ്മൾ തന്നെ താമസിക്കുന്നു. വെള്ളമില്ല കേട്ടോ ഇവിടെ. ഈ കാണുന്നൊരു വെള്ളം മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു വെല്ലുവിളി. നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങാടിക്കട എത്തി. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുറേ നാളായി നമ്മൾ നമ്മുടെ റാംബോയിനും ബീഗുനും ഗ്രൂം ചെയ്തിട്ട്. റാംബോയ്ക്ക് മസ്റ്റാണ്, ബീഗുനും ചെയ്യിക്കണം. അപ്പം ലിബി ഓരോരുത്തരായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ഫുള്ള് നമ്മൾ ഷീറ്റ് വിരിച്ചു കേട്ടോ. അതായത് പിന്നെ വിരിച്ചു ഉമ്മാരെ കയറ്റുന്നുണ്ട്. കാരണം ഉമ്മാർ ഇതിൻ്റെ അത് കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂടെയാവും കേട്ടോ. അപ്പം അതുകൊണ്ട് ഇതല്ല ഉമ്മി. അയ്യോ ഗൈസ് നോക്കൂ, എൻ്റെ ബീഗു ഇവിടെ എത്തി. എന്തിനാ ഗൈസ് നോക്ക്, എൻ്റെ ഒരു വള കാണുന്നില്ല. അമ്മ വള ഒരു ഗൈസ് നോക്കൂ, ബീഗു ഇവിടെ എത്തി. ബീഗുവിനെ ഞങ്ങള് നേരെ ഗൈസ് നോക്കൂ, ബീഗുവിനെ ഞങ്ങൾ നേരെ അതമ്മ എടുത്തു വെച്ചു. ഇത് വേണ്ട, വലുതെടുത്ത് ഒരെണ്ണം കാണുന്നില്ല എൻ്റെ. എന്നൊക്കെയാണ് സർക്കസ് കാണിക്കുന്നത്. ഗൈസ് നോക്കൂ, ബീഗുവിനെ നമുക്ക് അവന്റെ നഖമൊക്കെ ഒന്ന് വെട്ടി ഒന്ന് ഗ്രൂം ചെയ്ത് സെറ്റപ്പ് ചെയ്യണം. അല്ലേ ആർക്കാ? ഗൈസ് ഇവന്റെ ഭക്ഷണം കുറച്ചു കേട്ടോ. ഗൈസ് നോക്കൂ, നമുക്ക് ഇനിയിപ്പോ ബീഗുവിന് അല്ല റാംബോനെ എടുക്കണ്ടേ? അതിനാ ഗൈസ് എന്റെ SS നെപ്പോളിയന് ആ ഗതിയാക്കിയത് ഇവൻ ഒറ്റ എടുത്തന കേട്ടോ. ഇവനിപ്പം വീട്ടിലെ ഓരോ സാധനങ്ങളായിട്ട് കടിച്ചോണ്ടിരിക്കുകയാണ്. ആരിവനാ? അതേ സമയത്ത് ലിബി റാംബോനെ ഇറക്കി. റാംബോയുടെ വിഷയം ഇതാട്ടോ. അതായത് ഉള്ള രോമം ഒക്കെ പോയിട്ട് ഇതേപോലെ ഇങ്ങനെ ജട പിടിച്ച് നിൽക്കുവാണ്. അപ്പൊ അതൊക്കെ വൃത്തിയാക്കി നീറ്റാക്കി എടുക്കണം. ഗൈസ് അതൊക്കെ വൃത്തിയാക്കി നീറ്റാക്കി എടുക്കണം. നോക്കിയാൽ രണ്ടും കൂടി ഇനിയും കുസ്തി ആയിരിക്കും കേട്ടോ. ഇനി ആ വണ്ടി നശിപ്പിക്കും. ഗൈസ് നോക്കൂ, വേറെ കേസുണ്ടേ. ഞങ്ങൾക്കാണ് പനി വന്നിട്ട് അതിന്റെ ക്ഷീണം ഇതുവരെ ആയോ? മൊത്തം രോമമാക്കി. അതിനാ അതിന്ന് ഉറപ്പായിട്ട് സംഭവിക്കും കേട്ടോ. വിട്ടെ ബെൻസിന്റെ സീറ്റൊക്കെ ഇന്ന് കടിച്ചു കീറും. ദൈവമേ ഒന്ന് ശരിയായിക്കൊണ്ട് വന്നോളൂ. നോക്കി രണ്ടും കൂടെ കളിയാട്ടോ. ബാബാ കയറിക്കോ രണ്ടും കയറിക്കോ. ബാബാ ടാറ്റ പോവാ. ടാറ്റ പോവാം. കയറ ഗൈസ് ഈ വണ്ടിയുടെ കുറേ ഭാഗങ്ങൾ ഇവന്മാര് പിന്നെ ഒരച്ചും പോറിച്ചും കാണുന്നേട്ടോ. കയറിക്കോ കേറ ബീഗോ. പണി വാളി. ബേക്കോട്ട് വലിക്കടാ. ബാബാ ഒരുത്തും കയറി, രണ്ടാമരും കയറി. അടച്ചു. റെഡി ആയി കാണും കേട്ടോ. വണ്ടി ഇന്ന് ഫുള്ള് വന്നിട്ട് വാക്കം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ശരിയാവൂല. മൈക്കിളെ ടാറ്റാ. ഗൈസ് ഇന്നൊരു പരിപാടി നടക്കില്ല. ഉമ്മാരെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എവിടെ ഇറങ്ങാനൊന്നും പറ്റൂല. ഉമ്മാരെ അലമ്പുണ്ടാക്കും ഭയങ്കരമായിട്ട്. പോവാ അങ്ങോട്ട് പോകുമ്പോ ഞാൻ കൂടെ മനുഷ്യനായിരിക്കും. അതിനടാ. അയ്യോ ഗൈസ് എന്റെ ചൂടായിരുന്നു. ഞാൻ വണ്ടി കുറച്ച് നേരം സ്റ്റാർട്ടാക്കി. കാരണം ഇവരെ
ചൂടുണ്ടെങ്കിൽ റാമ്പ് ഒന്ന് ഓ ഇത് അമ്പിനും വില്ലിനും എടുക്കുന്നില്ലോടാ. ഫ്രണ്ട് സീറ്റ് 2 പേർക്കും വേണം. ഇതെന്തിനാ ഈ മറ്റേ ബീഗ് അലമ്പുണ്ടാക്കുന്നത്? ഫ്രണ്ട് സീറ്റിന് വേണ്ടി. ഫ്രണ്ട് സീറ്റിന് വേണ്ടി. ബീഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓവർ വിഷയമില്ല കേട്ടോ ലിവിനെ, കൂടെ അത്ര ആവത്തില്ല. ഓക്കെ ബൈ ബൈ, ടാറ്റ പറയടാ ബീഗു, ടാറ്റ. ചൂട് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതിനാ എന്തേ വരാൻ വേണ്ടിയാ? ഇവനെ എങ്ങനെ കൊണ്ടുപോകുന്നു? എങ്ങനെ കൊണ്ടുപോകുന്ന ഈ നടക്കുകയല്ല, ഇവര് സമ്മതിക്കല്ല. ഇവന്മാരെ ചാടി നേരത്തോട് എന്ത് ചെയ്യും? രണ്ടുപേരും നല്ല രീതിയിൽ ബേക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിനടാ എന്തിയെ ഒരു കുഴപ്പമില്ല. ആ കഴിച്ച് നോക്ക്, ബീഗുവിന്റെ കാര്യം നോക്കി ഇപ്പുണ്ട്. പക്ഷെ റാംബോയാണ് പ്രശ്നം. ആ കഴിച്ച് ഏതാണ്ട് കൊറേ നാളായി ഇപ്പൊ ഇവരെ വണ്ടി കിട്ടിയത്. 1.5 മാസമായി തോന്നില്ലടാ. എങ്ങനെ നമ്മള് മറ്റേ യാത്ര ചെയ്യാൻ നേരത്ത് കൊണ്ടുപോയതല്ലേ അല്ലേ? ഏതാണ്ട് അത്ര അടുത്ത് ഞാൻ ആയെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ഇവരെ കൊണ്ടുപോയി സെറ്റപ്പ് ചെയ്തിട്ട് വരട്ടെ. നേരെ ഇനി ഇരുട്ടിച്ചിട്ട് കാണാനല്ലേ ലിബിയ. ഫൈനലി ഞങ്ങൾ ഇരുട്ടിലെത്തി. വണ്ടി ഷോപ്പിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നു. അമ്മമാരെ രണ്ടിനെ ഇറക്കലാണ് പണി. ആ ബീഗുന് നോക്കണേ, അതിനെതിരെ പിടിക്കാം. വിട്ടോ വിട്ടോടാ. അതിനെ ഇറക്കിയോ ഭയ്യ കട്ടാനയ്യേ. ഇറങ്ങിക്കോ ഇറങ്ങിയാ വാ 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 പോട്ടെ 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 ഓടിക്കയറി. വണ്ടി മൊത്തം കൊള കേട്ടോ, ഫുള്ള് രോമം. അടിപൊളി. ഇനി ഫുള്ള് വാക്കം ചെയ്യണം കേട്ടോ, അല്ലാതെ സമയം ശരിയാവില്ല. അതേ സമയത്ത് പനിയുടെ നല്ല ക്ഷീണം. ഈ കാണുന്ന കടയിൽ നിന്നാണ് നമ്മളെപ്പോഴും സാധനങ്ങളൊക്കെ മേടിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡോഗിനെ ഗ്രൂം ചെയ്യുന്നു കേട്ടോ. 2 എണ്ണത്തിന് നേരെ ഈ കാണുന്ന ഇതിൽ ഉള്ളിൽ കയറ്റുണ്ട്. എന്ത് ലിബിൻ ക്യൂവിലാണോടാ? ക്യൂവിലാ? ഗൈസ് താങ്കൾ ക്യൂവിലായിരുന്നു. റാംബോനെ കയറ്റി റാംബോനെ കുളിപ്പിക്കുന്നു. പിന്നെ അത് നിന്റെ ഡ്രസ്സ് മൊത്തം പോയല്ലോടാ. എന്റെ പൊന്നെ ഫുള്ള് രോമായിട്ടോ. ഗൈസ് നോക്കൂ, അതായത് നമ്മൾ റാംബോനെ കുളിപ്പിക്കും കേട്ടോ. അതായത് അവനെ ഈ കാണുന്ന ഒരു മെഷീനിൽ കയറ്റുന്നു. അതായത് നമ്മൾ കുളിക്കുന്ന പോലെ തന്നെ ഒരു ഷവറിങ് സെറ്റപ്പാണ്. അപ്പോൾ ആ ഷവറിങ് സെറ്റപ്പിലേക്ക് സംഭവം കയറ്റിയിട്ട് അവനെ ഇതിൻ്റെ ഒരു ലോക്കുണ്ട്, അത് ലോക്ക് ചെയ്യുന്നു. എൻ്റെ കുളിയും പരിപാടി ഇപ്പം തുടങ്ങും. ആദ്യം ഈ രോമമൊക്കെ വടിക്കണം കേട്ടോ. അതായത് ഈ കാണുന്ന രോമം കേട്ടോ, ഈ കൂടി നിൽക്കുന്ന രോമമൊക്കെ വടിച്ച് സെറ്റപ്പ് ചെയ്യണം. എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കും ജലദോഷമാണ്. ഇപ്പോൾ പറയുന്നൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, ചെവിയൊക്കെ അടിച്ചു പോയി കേട്ടോ. എന്തൊക്കെയോ സംഭവിച്ചു. എനിക്കും അതെ, എനിക്കത് കിളി മാറിയ പോലെയാ തോന്നുന്നത്. ഹായ് നോക്കൂ, അതായത് നമ്മുടെ റാംബോനെ ഇവിടെ തേച്ചുറപ്പിച്ച് അവൻ്റെ പൂടയും കാര്യങ്ങളൊക്കെ ഇവിടെ കളഞ്ഞോണ്ടിരിക്കുക കേട്ടോ. അതിന് ശേഷം ഇവിടെ ഇവനെ വെള്ളം ഒഴിച്ച് കുളിപ്പിച്ച് സെറ്റപ്പ് ആക്കും. കണ്ടോ പോകുന്ന പോക്ക് കണ്ടോ? ഈ വർഷം കൊണ്ട് പോയി കഴിഞ്ഞാൽ പുതിയതാ. പിന്നെ ഇനി അടുത്ത കൊല്ലം നോക്കിയാൽ മതി. അല്ല പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ പോകൂലായിരുന്നു ലിബി. ഇവന്റെ എന്നെ സംബന്ധിച്ചാൽ നമ്മൾ മഞ്ഞുള്ള സ്ഥലത്ത് കൊണ്ടുപോയപ്പോൾ ഷെഡായതാ. കാലാവസ്ഥ മാറുമ്പോൾ അതിനെ പ്രതികരിക്കാൻ വേണ്ടി ഇത് പൊഴിക്കുന്നതാണ് അല്ലേ? കൈസ് നോക്കൂ, അതായിരുന്നു സംഭവം കേട്ടോ. എന്തായാലും ഇത് ഫുള്ള് വടിച്ച് ലെവലാക്കി പലതും ചിന്തിക്കുന്നത്. ചാടിക്കേറി വണ്ടിയിലിരുന്ന ആളാട്ടോ. ബീഗും അവിടെ കളിയാ നോക്കിയേ, അവിടെ ഓടിക്കളി. ഇവൻ ഭയങ്കര കളിയാട്ടോ. ഇവനെ ഇനിയും വൃത്തിയാക്കി എടുക്കണം. ഇവൻ കഴിഞ്ഞിട്ട് വേണം ഇവനെ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി. ഗൈസ് ഇത് ഡോഗിന്റെ ബാത്ത്, ഇതിൻ്റെ അകത്തിട്ടാണ് ഇവരെ കുളിപ്പിക്കുന്നുണ്ട്. ഷാമ്പ് ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തിട്ടാണ്. ഇതേപോലത്തെ ഒരു ചെറിയ കുളി നമ്മൾ മേടിച്ചായിരുന്നു. പിന്നെ നമ്മൾ വലുത് ഇവിടെ തന്നെ മേടിച്ചല്ലേ. ഗൈസ് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അക്വാറിയത്തില് ചെറിയ അക്വാറിയത്തില് 2 മീൻ ചത്തു കേട്ടോ. അപ്പോൾ ഇവിടെ മീനുണ്ട്, മീൻ മേടിക്കണം. പിന്നെ വില്ലക്കോർത്ത് ഇവിടെ മീൻ മേടിക്കണം. പിന്നെ 2 മോട്ടർ മേടിക്കണം. അങ്ങനെ കുറെ വട്ടം പിന്നെ അപ്പുറത്തേനും 2 മീൻ മേടിക്കണം, ഇപ്പുറത്തേനും 2 മീൻ മേടിക്കണം അല്ലേ. നമ്മുടെ ഇരുട്ടിയില് ഈ കാണുന്ന കടയിൽ മാത്രമേ ഉള്ളൂ ഗ്രൂമിങ്ങും അതുപോലെയുള്ള അത്യാവശ്യം സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. വേറെ ഇരുട്ടിയിലില്ല. പിന്നെ നമ്മൾ കണ്ണൂർ പോകണം. അപ്പോൾ ഇരുട്ടിയിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ മനസ്സിലാവും. കടയുടെ പേര് ഞാൻ ഇറങ്ങാൻ കാണിച്ചു തരാം കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് പിള്ളേര് ഇരുട്ടിയിൽ പഠിക്കുന്നതാണ് ഇവര്. അപ്പോൾ ഇവരുടെ പിന്നെ സെൻഡ് ഓഫ് ആയിരുന്നു ഇന്ന്. അപ്പോൾ സെൻഡ് ഓഫ് കഴിഞ്ഞ് പോവാണ്. ഇവരുടെ ട്രെൻഡ് കണ്ടോ, ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഒരു പാൻറ്റാണ് സംഭവം. എടാ ഇതുവരെ ആരും എടുക്കാത്തൊരു വീഡിയോ തുടങ്ങിയപ്പോൾ അവര് ഭയങ്കര സ്നേഹം ബീഗുവിന്. കഴിച്ച് നോക്ക്. എടാ ഈ പാൻറ്റിന്റെ പേരെന്നാടാ? ഇതിന്റെ പേരെന്നാ? പാരച്യൂട്ട്. കഴിച്ച് നോക്ക്, പാരച്യൂട്ട് എന്ന് പറഞ്ഞ പാൻറ്റാട്ടോ. എല്ലാവരും ഒരേ ഷൂ, ഒരേ പാൻറ്, ഒരേ സെറ്റപ്പ്. ഒരു സെൻഡ് ഓഫ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു വീട്ടിൽ പോയാണ്. നാളെ ഇവർക്ക് മോഡലും സംഭവങ്ങളൊക്കെ തുടങ്ങുമെന്ന് പറഞ്ഞ്. കണ്ണാടി അടിച്ചാടാ? ഓ തീറ് കണ്ണാടിയൊക്കെ ആണല്ലോ. ഊട്ടിയിലൊക്കെ ഇരുന്ന സാധനം തകർത്താടി ഒരു വന്നാട്ടോ. ഓക്കെ താങ്ക് യു.
ആ അമ്മ ബീഗോണ്ട് ഉറങ്ങി കേട്ടോ. ഞാൻ അപ്പുറത്തെ കട വരുന്നത് പോവാണ്. അവിടെ കുറച്ച് പിന്നെ ഇത് മറ്റേ മീനും സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനെ ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ. കാലം എന്ന് പറയട്ടെ, മീനെല്ലാം തീർന്നു കേട്ടോ. കാരണം പിന്നെ ഇവര് വന്ന ഒരാഴ്ച കൂടുതൽ ഇവിടെ മീൻ നിൽക്കുകയല്ല. അപ്പം ഇനിയിപ്പോ അതായത് ഈ കാണുന്ന കുറച്ച് ഏഞ്ചലും പിന്നെ ഈ കാണുന്ന 2 മീനും അതിനടാ ഇവിടെ ഈ സാധനവും പിന്നെ ഇവിടെ ഈ സാധനം പരിപാടി. ഞാൻ പറയുന്നത് ഇതേപോലത്തെ ഒരു സിംഗിളിന് ഇതേ സൂപ്പർ സാധനം. അതിനാ ഇതുണ്ടോ ഇവിടെ കണ്ടോ ഒരു സിംഗിൾ ഒരെണ്ണത്തിനെ മേടിച്ചിട്ടാ മതിട്ടാ. അടിപൊളിയല്ലേ? നിന്റെ അഭിപ്രായം എന്നാ? എന്റെ അഭിപ്രായം ഏഞ്ചലിനെ മാത്രം മേടിച്ചിട്ടാണ്, മറ്റേ ആണോ? നമുക്ക് എന്തെങ്കിലും സാധനം മേടിക്കാം കേട്ടോ. കാരണം ഞങ്ങളുടെ ഒരു അക്വറിയത്തിൽ മീനില്ല, അതിനെ മേടിക്കണം. പാമ്പാട് കഴിഞ്ഞ കേട്ടാ? ഇല്ലല്ലോ, പാമ്പാട് കഴിഞ്ഞിട്ടില്ല. പിന്നെ വേറൊരു കേസ്, ഇവിടെ മാത്രമേ സാധനം കിട്ടത്തുള്ളൂ. ഒരു മോട്ടറുണ്ട്, അതായത് വെള്ളം കയറി ഇറങ്ങി പിന്നെ ശുദ്ധീകരിക്കുന്നത്. എന്തിയെ? മറ്റേത് 1 വർഷം കഴിഞ്ഞപ്പോൾ ചത്തു. കാണിച്ചേ. ഇതാ? ഇതല്ലായിരുന്നു, വേറെ സാധനം ഉണ്ടല്ലോ ഇങ്ങനെ അക്വറിയത്തിൽ കൊളുത്തി വെക്കുന്നത്. എന്തിയെ? പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നേ, അത് ചത്തുപോയി. അതായത് അതിപ്പം വർക്കാവുന്നില്ല. ഇത് തന്നെ ഗൈസ്, ഇത് തന്നെ സാധനം. ഇതല്ല, ഇതിന്റെ വേറെ കമ്പനിയായിരുന്നു ആദ്യം തന്നെ അല്ലേ ഗൈസ്? നോക്കൂ, ഇത് തന്നെ സാധനം കേട്ടോ. ഇത് കൂട്ട് ഒരെണ്ണം കൂടെ മേടിക്കണം. ഇതിനൊക്കെ ഭയങ്കര പൈസയാണ്, അതാണ് വിഷയം. ഈ അക്വറിയത്തിന്റെ പരമായ എല്ലാ സാധനങ്ങൾക്കും എക്സ്പെൻസീവാണ്, ഭയങ്കര മെയിൻ്റെനൻസ് ആണ് കേട്ടോ. അതെന്തായാലും ഒരെണ്ണം മേടിക്കണം. കാരണം അതിൻ്റെ അകത്ത് വെള്ളം മൊത്തം ചേട്ടാ പായൽ വരെ ആയിരിക്കാനുള്ള എന്തെങ്കിലും മെഷീൻ ഉണ്ടോ? പിന്നെ മീൻ വളർത്തായിരുന്നാൽ മതിയല്ലോ. അത് കൊള്ളാലോ. അങ്ങനത്തെ പായൽ വരെ ആയിരിക്കാൻ പറ്റിയ മെഷീനൊന്നും ഇല്ലോ. ഇതെന്നാ? ആ മറ്റേ ഇത് അല്ല, അക്വറിയത്തിൽ വെച്ചാൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് മറ്റേ തീറ്റ വീഴും. അക്വറിയത്തിന്റെ വെള്ളത്തിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഇത് സെറ്റ് ചെയ്യും. അത് മാത്രമല്ല ഓർഗാനിക് പാർട്ടിക്കിൾസ്, ബയോളജിക്കൽ വേസ്റ്റ് ആൻഡ് കൺട്രോൾ ചെയ്യും അല്ലേ? ഇതെന്നാ സംഭവം അറിയാമോ? ഇത് മീൻ ഓട്ടോമാറ്റിക്കലി തീറ്റ കൊടുക്കുന്ന സാധനം കേട്ടോ. ഇത് നമ്മൾ മേടിക്കാൻ ഇച്ചിരി നല്ലതായിരിക്കും. കാരണം നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് തീറ്റ കൊടുക്കാൻ മറന്നു പോകും. അന്നപ്പോ ഇത് ഓട്ടോമാറ്റിക് ഇട്ട് കൊടുത്താൽ ഓട്ടോമാറ്റിക് അക്വറിയത്തിൽ തീറ്റ ഒഴുകി. പക്ഷെ അതിനകത്ത് ബാറ്ററി മാറ്റിയിടാൻ മറക്കരുത് കേട്ടോ. ബാറ്ററി സംഭവങ്ങൾ ഇട്ട് കൊടുക്കണം, അത്രേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മുടെ വീട്ടിലുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വർഷം കാണിച്ച കാര്യം. ഇതാണ് ഞാൻ ഈ പ്രാവശ്യം. ഇതിലെത്ര ഏട്ടാ? ഇതുണ്ടോ, ഇതാണ് സാധനം കേട്ടോ. ഇതാകുമ്പോ നല്ല രീതിയിൽ വേസ്റ്റ് എടുക്കും അല്ലേ? ഇതിന്റെ മറ്റേ അക്വറിയത്തിന് മേലെ മൊത്തത്തോടെ വെക്കുന്ന സാധനം. മൊത്തത്തോടെ വെക്കുന്ന നല്ല രീതിയിൽ വേസ്റ്റ് എടുക്കുമ്പോൾ നോക്കട്ടെ. ഇതാകുമ്പോൾ നമ്മൾ അക്വറിയം അങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കണം. ഇതിപ്പോ ആഴ്ചയിൽ 1 പ്രാവശ്യം നമ്മൾ ക്ലീൻ ചെയ്യണം. റാംബോനെ കുളിപ്പിച്ച് ഇതിന്റെ മേളിൽ കയറ്റിട്ടാ. അമ്മോ സർക്കസാ. റോം മൊത്തം പോയി. ഇനി ഇവനെ കേട്ടോ, അതിന് ശേഷം ഇവനെ കയറ്റും. ആ അഴുക്ക് രോമം, മോശം രോമം ഒക്കെ മൊത്തം ചീകി വൃത്തിയാക്കി എടുത്തു. എന്തായാലും ഞങ്ങൾ വടിക്കുന്നില്ല കേട്ടോ, വടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അന്ന് ഞങ്ങൾ കണ്ണൂർ കൊണ്ടുപോയി ഞങ്ങളോട് വടിക്കണമെന്ന് വടിച്ചു കഴിഞ്ഞാലും കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു ഞങ്ങൾക്ക്. ഇതിന് വടിക്കുന്നില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഇനിയിപ്പോൾ ഇവനെ പിന്നെ തോർത്തി എല്ലാം സെറ്റപ്പ് ചെയ്തതിനു ശേഷം ഇവിടെ തന്നെ ഈ മിഷൻ പറ്റി ട്രൈ ചെയ്ത് തരും കേട്ടോ. അതിനാ ബീഗുനെ പറ്റിയേ ആണോ? കാണുന്ന ടർക്കി കടിച്ച് കീറും കേട്ടോ. നോക്കിയേ, കാണിക്കുന്ന സാധനം ഏട്ടാ. ഇവന് കടുക്കാവെള്ളം കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നേ അല്ലേ? ഇവന് കടുക്കാവെള്ളം കൊടുക്കണമെന്ന് തോന്നുന്നത്. ചെറിയൊരു ആക്രാന്തമുണ്ട്. നോക്കിയേ, ആ പൂച്ച വിടറാ. നോക്കൂ, അതിൻ്റെ അത് 2 പൂച്ചയുണ്ട് കേട്ടോ. ആ പൂച്ചനെ പഠിപ്പിക്കാം. ഇത് അടുത്ത നോക്കി നിൽക്കുക, അടുത്ത തന്നെ ഒപ്പിക്കണ്ടെന്നുള്ളതിന്. ഇത് നിന്നെ കയ്യൊക്കെ അത് വിളിക്കുക. പാവം പെട്ട് കേട്ടോ. നോക്കൂ, നമ്മുടെ റാംബോയുടെ ആ കാണുന്ന രോമമൊക്കെ അടിച്ച് വൃത്തിയാക്കും കേട്ടോ. നോക്കിയാൽ പോകുന്ന രോമം ആഹാ വൃത്തിയായിട്ടോ മറ്റി. അതേ സമയത്ത് ഇതാ രോഗം തീർന്നോ. ഇത്ര നേരം വരെ എന്നാ പെടപ്പായിരുന്നു. ഇവനല്ലേ ഇപ്പൊ ആള് ശരിയായിട്ടോ. ദേഹത്ത് വെള്ളം വീണപ്പം ബീഗുവിന്റെ സ്വഭാവം മാറിയിട്ടോ. അവന് ഇത്ര നേരം വരെ എന്ത് വിഷമാന്ന് നോക്കി നമുക്ക് തന്നെ കാണുമ്പോൾ വിഷമം. അവന്റെ മുഖം കാണുന്നില്ല. ഇത്ര നേരം വരെ ഇതിനെ ആർത്ത് ഉല്ലസിച്ച് നടന്നവനാണ്. ഇപ്പൊ അവന് ഒരു പ്രശ്നമില്ല. ഇവിടെ നോക്കിയാൽ റാംബോ നല്ല ഉഷാറിൽ നല്ല നീറ്റായിട്ട് സെറ്റപ്പ് ആയിട്ടോ റാംബോ നിൽക്കുന്നത്. റാംബോയ്ക്ക് ഒരു കുഴപ്പമില്ല. എല്ലാം വൃത്തിയാക്കിയത് മുഖത്ത് ഒരു സന്തോഷം വന്നു, ഒരു വൃത്തി വന്നു കേട്ടോ പട്ടിക്ക്.
അല്ലേ? പിന്നെ വേറെ കാര്യമുണ്ട് ഇപ്പൊ അവര് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്ന പൂട നന്നായിട്ട് പൊഴിയില്ല. മറ്റേന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പൂട പൊഴിയും അല്ലേ? രണ്ടുപേരോട് വൃത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഈ കാണുന്ന സാധനം ഞങ്ങൾ മേടിച്ചു. ഇത് വെള്ളത്തിന്റെ അടിയിൽ സെറ്റ് ചെയ്യണമെന്ന് കേട്ടോ പറഞ്ഞത്. ഇത് വെള്ളത്തിന്റെ അടിയിൽ സെറ്റ് ചെയ്തിട്ട് ഇത് വെള്ളം വലിച്ചിങ്ങനെ പോകും അല്ലേ? ഇതിങ്ങനെ സെറ്റ് ചെയ്യണത്. അതിന് തന്നെയൊക്കെ മേടിക്കണ്ടേ? ആ പിന്നെ അതിന്റെ ഇതാ ഈ ഫിൽറ്ററാ? ഇതെല്ലാം കൂടെ എത്രയാവും? ബില്ല് എത്രയാ? ഗൈസ് നോക്കൂ, വളരെ സന്തോഷമുള്ള കാര്യം. ഞങ്ങളുടെ ഒരു അക്കൂറത്തിലൊന്നുമില്ല. അതിൻ്റെ അകത്ത് ഇടാനുള്ള സാധനങ്ങൾ മേടിക്കണോ? അല്ലെങ്കിൽ പിന്നെ എന്താ മേടിക്കുക? ഏഞ്ചലിനെ മറ്റേ വില്ലക്കുറത്തിലിടാം. 1400 രൂപ എന്ന് പറഞ്ഞ കച്ചവടം മുടക്കിട്ടോ. ഈ കാണുന്ന സാധനത്തിന് 1400 കച്ചവടം മുടക്കിട്ടോ. അത്യാവശ്യം വലിയ സാധനമാണ്. ഇതുണ്ടോ, കിട്ടില്ല സാധനം. ആഹാ, എന്താ സെറ്റപ്പ് നോക്കിയേ. മേടിക്കാൻ തീരുമാനിച്ചു അല്ലേ? ഇതിന്റെ അകത്ത് ഈ സാധനം ഇടണം, പിന്നെ ഇത് ഇടണം. അക്വേറിയം സേഫ് ആവട്ടോ അല്ലേ? ഇതാകുമ്പോ നമ്മുടെ അക്വേറിയം പായലൊന്നും പിടിക്കാതെ നല്ല സെറ്റപ്പ് ആയിട്ട് നിൽക്കുന്നാണ് ചേട്ടൻ പറഞ്ഞത്. അല്ലാതെ ചേട്ടാ പായലും നല്ല ഇതല്ലേ? മറ്റേ എന്റെ 1.5 വർഷം ഇപ്പം കംപ്ലൈന്റ് ആയിപ്പോട്ടോ. 210 വിൽക്കുവാണെങ്കിൽ ഈ സാധനം നമുക്ക് ആച്ചോട് കിട്ടുന്ന വെച്ചാൽ നീ മിണ്ടായിരുന്നു. അതിന് 100% ടാക്സ്. അങ്ങനെ നമ്മളാണ് ഇത് ഇടുന്നത്. 90% ടാക്സ് ഉണ്ട്. ചൈന വിലക്കുറവായിരിക്കും ടാക്സ് അല്ലേ? ഈ സാധനമായിരുന്നു ഞങ്ങൾ വീട്ടിൽ ഉപയോഗിച്ചോണ്ടിരുന്ന വലുതേ. പക്ഷെ അത് എന്നെ അല്ലേ? നോക്കൂ, അത് ഇവിടെ ഒരു വലുതുണ്ടായിരുന്നു ഫിൽറ്ററെ. അതാണ് നമ്മൾ ഉപയോഗിച്ചോണ്ടിരുന്നത്. അത് ഞങ്ങള് പിന്നെ 1.5 വർഷം കംപ്ലൈന്റ് ആയപ്പോൾ അതുകൊണ്ട് വലുത് മേടിച്ചിട്ട് ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ നേരത്തെ കാണിച്ച സാധനം. ഇവിടെ എവിടെ ഉണ്ടായിരുന്നു കേട്ടോ സാധനം. വെള്ളത്തിന്റെ അടിയിൽ എയർ പൈപ്പ് പുറത്തോട്ട്, ബാക്കി ഓട്ടോമാറ്റിക്കലി ഫിൽറ്റർ ആയിട്ട് ഈ സാധനം പഠിക്കണം കേട്ടോ. അതെ, അക്വേറിയം എങ്ങോട്ടാണ് വെള്ളത്തിന്റെ ആക്സസ് കൊടുത്തേക്കുന്നത് അതവിടെ ടൈറ്റ് ആക്കി വെക്കണം. ഇങ്ങനെ ഇങ്ങനെ അല്ലേ? അവിടെ ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കണം. ജസ്റ്റ് ക്ലോസ് ചെയ്യാം. വേറെ കാര്യമുണ്ട്, ഇത് വെച്ച് കഴിഞ്ഞാൽ മേലത്തെ മറ്റേ സാധനം എടുത്ത് മാറ്റേണ്ടി വരില്ലേ? തെർമാക്കോൾ തെർമാക്കോൾ പിന്നെ വെക്കാൻ പറ്റൂല. ഏതായാലും കൊച്ചിന് സുഖമായി മീനെ പിടിക്കാൻ. നമ്മുടെ റാമോടെ ദേഹത്തുനിന്ന് വീണ പൂടം നോക്കിയാൽ പൊന്നെ എന്തോരെയാന്ന് ചോദിച്ചാൽ ദീപുവിന് അങ്ങനെ കൂടാൻ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇത് വെച്ച് ഞാൻ എൻ്റെ പൊന്നെ എന്തോരെ തെറിച്ചോണ്ടിരിക്കുന്നത് ചോദിച്ച് ഇത് കൊണ്ടുവന്നു നന്നായി കേട്ടോ. വിളിച്ചും പാത്തിക്കുന്നത് ലെവലാക്കി സെറ്റപ്പ് ചെയ്ത് അതേ സമയത്ത് അവിടെ ലെവലാക്കി കൊണ്ടുവരുള്ളൂ. അന്നാക്കി പൂടെ പോയി. അയ്യോ നിന്റെയോ? എന്റെ ഇവനെ ഞാൻ നേരത്തെ പോയി പെട്ടതാ. വായിലും മൂക്കിലെല്ലാം പോയി. എന്നിട്ട് ഇറങ്ങി വന്നു. അവരെ ചെയ്ത് കിട്ടട്ടോ കേട്ടോ. റാംബോയുടെ കണ്ണ് ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. അവന്റെ കാലൊക്കെ വൃത്തിയാക്കി വെട്ടി നീറ്റാക്കി സെറ്റപ്പ് ചെയ്തെടുക്കട്ടെ. അവന്റെ ലക്ഷ്യം പൂച്ചയാട്ടോ. ആ പൂച്ചനെ കണ്ട അല്ലേ? ആ പൂച്ചനെ കണ്ട അലമ്പ്. എന്റെ പൊന്നെ ചെറുക്ക റെഡി ആയിട്ട് കഴുത്തൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കി സെറ്റപ്പ് ചെയ്തെടുക്കണ്ട കേട്ടോ. അതും കൂടെ ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. കണ്ടോ, പൂച്ചനെ കണ്ടാണ് പ്രശ്നം പാളിയത് കേട്ടാ. അതിലൊന്ന് ലെവൽ ചെയ്തെടുക്കുക അല്ലേ? ഇവിടെയാണ് ഗുസ്തി കേട്ടോ. ആ കാണുന്ന സെറ്റിയെ കയറിയിരിക്കുന്നു. എന്തൊക്കെ സർക്കസ് കാണിച്ചു കൂട്ടണം നോക്കിയേ. ഓ, ആൾ ഉഷാറായി. നല്ല കളറായിട്ടോ. ഇവൻ ഒറിജിനൽ ബ്രീഡാട്ടോ. നല്ല നീറ്റ് ക്ലീൻ സാധനമാണ്. അതൊന്ന് ലക്കിക്ക് കിട്ടിയ സംഭവം കേട്ടോ. അവനെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കട്ടെ. അതേ സമയത്ത് കുളിപ്പിക്കാൻ നേരത്തെ എന്നൊക്കെ സർക്കസ് ആയിരുന്നു. ഇപ്പൊ ഒന്നുമില്ല കേട്ടോ. അതായതേ റാംബോനെ ഏകദേശം സെറ്റപ്പ് ചെയ്ത് ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഒന്ന് ആ കാണുന്ന മെഷീനും കൂടി ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞാൽ നമുക്ക് അവനെ കൊണ്ടുപോകാം കേട്ടോ. രണ്ടിനെ കൊണ്ടുപോകുന്ന കാര്യമാണ്. വണ്ടി നശിപ്പിച്ചു. ഈ കാണുന്ന കടയിൽ നിന്നാണ് ഞങ്ങൾ സ്ഥിരം നമ്മുടെ പട്ടീനെയൊക്കെ ഗ്രൂമിങ്ങും എല്ലാം സംഭവം ചെയ്യാറ്. നോക്കൂ, നമ്മുടെ ചെറുക്കൻ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഉള്ളു കുളമാക്കി ഇട്ടോ കേട്ടോ. അതിൻ്റെ മുമ്പ് ഇവിടെ ബില്ലും സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോവാ കേട്ടോ. നമ്മളങ്ങനെ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി പിന്നെ ബീഗക്കുട്ടീനെയും കയറ്റി റാംബോ കുട്ടീനെ വണ്ടിയെ കയറ്റി പോടാ. ഇത് എന്തൊരു അലമ്പാ വൈക്ക്. അവനവിടെ ഇരിക്കട്ടെ എന്തായാലും വണ്ടി കുളമായി. അവിടെ ഇരിക്കട്ടെ ഇവനെ.
ഇങ്ങോട്ട് വന്നാണോ ഞങ്ങൾ കൂട്ടാളികൾ 3 പേര് ബൈക്കിലാ. അല്ലേ? ഗൈസ് നോക്കൂ, അപ്പം രണ്ടൊരു അതിനുള്ള സർക്കസ് ആണ് ഈ കാണിക്കുന്നത്. എന്തായാലും കാണിച്ചു കൊടുത്തു കേട്ടോ. എത്ര മിനിറ്റ് നമുക്ക് വീട്ടിൽ ചെല്ലാം? എത്ര മിനിറ്റ് വീട്ടിൽ ചെല്ലാം എന്നിട്ട് കാണാം കേട്ടോ. വീണ്ടും പ്രാന്താട്ടോ. ഇത് ബേക്കിൽ നിന്ന് ഫ്രണ്ടിൽ പോകുന്നു, ഫ്രണ്ടിൽ നിന്ന് ബേക്ക് വരുന്നു. അതാണ് സംഭവം. അതായിരിക്കോട്ടോ. പോലിവി അല്ലേ? ഓ ഗൈസ് നോക്കി, റാമോ നേരെ കയറി ഫ്രണ്ട് ഇരുന്ന് കേട്ടോ. രാജാഭായി റാംബോ ഉനക്ക് രാജാവാന. നീ ഗീറ് മാറ്റുമോ? ഗൈസ് നോക്കൂ, ഒരു വശത്ത് റാംബോ, മറുവശത്ത് അണച്ചടച്ച് വേറെ ബീഗു. വേറെ കാര്യമുണ്ട്, തണുപ്പ് കിട്ടാൻ വേണ്ടി കുറെ താഴോട്ട് കേറി നോക്കി. ഇവിടുന്ന് ഇപ്പം പോകാനുള്ള കാരണം എന്താണെന്നറിയോ? AC നീ ഓഫ് ആക്കിയല്ലോ. AC ജീവിക്കുന്ന പാവപ്പെട്ട ഒരു കോടീശ്വരനാണ് എന്റെ റാംബോ. മറ്റേത് എവിടെയുണ്ട്? ഇവരെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് ഞങ്ങൾക്ക് വണ്ടി വൃത്തിയാക്കണം. ആദ്യം ഞങ്ങൾക്കൊന്ന് വൃത്തിയാക്കണം. ഫുള്ള് രോമം എന്ന് വെച്ചാൽ ഫുള്ള് രോമം. അതിന്റെ ഇടയ്ക്ക് നമ്മൾ വേറെ ഒരു ഡീൽ ആക്കിയിട്ടുണ്ട്, നടക്കുമല്ലോ നോക്കട്ടെ. ഗൈസ് നോക്കൂ, അതായത് ഉണ്ടല്ലോ, നമ്മള് നാളെ ഞങ്ങൾ ഇവിടുന്ന് എറണാകുളത്തിന് പോകും. ഒരാവശ്യമുണ്ട്, അത് വീടിന്റെ അവസാനം പറയാം. എന്നിട്ട് പോയി വന്നതിന് ശേഷം ഞങ്ങൾ ബസ് എടുത്തോണ്ട് വരും. ബസ്സിൽ കുറച്ച് പരിപാടി ഉണ്ട്, ആ പരിപാടി തീർത്ത് ഇവിടെ കൊണ്ടുവിടും. ഒന്നും കാര്യം ബസ്സിൽ ഇപ്പോൾ ഓട്ടോ ഇല്ല, അതുകൊണ്ട് ഇനി പണിതിട്ട് കാര്യമില്ല. സോറി, AC അതിന്റെ പണിയാണ്. AC പണിതിട്ട് കൊണ്ടുവരാൻ വേണ്ടി അതിന്റെ ഫ്രണ്ട് ക്യാബിന്റെ. പിന്നെ വേറെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് RC ബുക്ക് കിട്ടാൻ താമസമുള്ളൂ. ഇപ്പം പണിതിട്ട് കാര്യമില്ല കേട്ടോ, പണിയാണ്. അതുകൊണ്ടാ പണിയാതല്ലേ പണിതാനല്ലേ. അതെ, വേറെ കാര്യമുണ്ട് ഇവരെ. ഇനി നമുക്ക് RC ബുക്ക് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കിനി ദിവസങ്ങളില്ല. അതിന് മുന്നേ നമുക്ക് പാസ്പോർട്ട് മാറ്റാൻ വേണ്ടി കൊടുക്കണം. ആ പാസ്പോർട്ട് അയച്ചു കൊടുക്കുന്നതിന് നമ്മൾ ഇങ്ങനെ പോവാന്നും പറഞ്ഞിട്ട് അപേക്ഷ വെച്ചിട്ട് നമുക്ക് ജംബോ ജെറ്റ് സാധനം മേടിക്കണം. അങ്ങനെ തന്നെയല്ലേ? ജംബോ ജെറ്റ് പാസ്പോർട്ട് അല്ലേ? ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി. ഒരു സീറ്റ് പോലും നശിപ്പിക്കാത്തില്ല കേട്ടോ. രണ്ടും കൂടെ എത്തി വിളിച്ച് നോക്കുന്നു നോക്കിയേ. എന്റെ പൊന്നെ, അടച്ചാ കുട്ടപ്പനാക്കി ഇറക്കി. വാ കാണണോ? നോക്കൂ, ചെറുക്കന്മാരെ ഇറക്കാൻ പോട്ടോ. എടാ, ഒരു സീറ്റ് പോലും നശിപ്പിക്കാത്തില്ലല്ലോ. റാംബോനെ അവല് ഇറക്കിക്കോ. നിന്നെ ഇതിൽ ഇറക്കിക്കോ. ചാടിക്കോ. മമ്മി കുളിപ്പിച്ച് കൊണ്ടുവന്നുള്ളൂ കേട്ടോ. ഇറക്കിക്കോ, ചാടിക്കോ. ചാടിക്കോ. അമ്പോ, വണ്ടിയുടെ കോലം നോക്കിയേ. ഇനി വാക്കം ക്ലീനർ വെച്ച് വണ്ടി വൃത്തിയാക്കാതെ ഒരു പരിപാടി നടക്കൂല കേട്ടോ. ഓ നോക്കിയേ, റാംബോ സെറ്റപ്പ് ആയില്ലേ അമ്മേ? എങ്ങനെയുണ്ട് ഇപ്പൊ? എങ്ങനെയുണ്ട്? എല്ലാം കട്ട് ചെയ്ത് ലെവലാക്കി സെറ്റപ്പ് ചെയ്ത്. സമയം താമസിച്ചു പോയി. ഫെബ്രുവരി ഇതങ്ങ് വെച്ചാമേ. അയ്യോ, ഇതെല്ലാം പോയി. ഇത് പിടിച്ചേ, അത് പുതിയൊരു മോട്ടറാ. ആയിക്കോട്ടെ. നോക്കൂ, റാംബോനും ബീഗുനും ഒക്കെ ഇതിൻ്റെ അന്ന് ഇറക്കി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് വാക്യം ചെയ്തെടുക്കണം. ഞങ്ങളുടെ ദേഹം ഫുള്ള് രോമമാണ്. ഞങ്ങളുടെ ദേഹം ഒന്ന് വാക്യം ചെയ്യണം. രണ്ടുപേരും അങ്ങനെ വീട്ടിൽ കയറ്റിട്ടോ. ദൈവാനുഗ്രഹം പരിപാടിയായിരിക്കും. ഓ, അതിനകത്ത് 2 മീൻ പോയപ്പോൾ മേടിച്ചത്. ഗൈസ് നോക്കൂ, എൻ്റെ അക്വറിയം ഞാനിവിടെ ലെവലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു വലിയ അബദ്ധം പറ്റി. 2 മോട്ടർ വർക്ക് ചെയ്യുന്നില്ല. ഈ കാണുന്ന സാധനം വർക്ക് ചെയ്യുന്നില്ല. ഇതിൻ്റെ അതിപ്പോൾ പുതിയ സാധനം കൊണ്ടുവന്നത് ഇറക്കണം. ഏഞ്ചൽ ഫിഷ് ഇറക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. വെരി കളർഫുൾ. വേറെ കാര്യമുണ്ട്, ഈ സാധനം നമുക്ക് അല്ലേ? ഗൈസ് നോക്കൂ, ഇത് കണ്ടോ. അതേ സമയത്ത് ഇവിടെ എൻ്റെ ഒരു അക്വറിയം ഉണ്ട്. പക്ഷെ ഈ അക്വറത്തിൽ 2 മീനുണ്ടായിരുന്നു. ആ 2 മീൻ ചത്തുപോയി. അവരെ ലെവലാക്കി വെക്കണ്ടോ. നോക്കിയേ, ഇവിടെ കിടന്ന് കാണിക്കുന്നത്. ഇവിടെ വേണം ബീക്കു. ഇവിടെ ഇറങ്ങിയാണ്. ഞാൻ എൻ്റെ അക്വറിയം മൊത്തം ഊരി ലെവലാക്കി ഈ കൊണ്ടുവന്ന സാധനം മേടിച്ച് വെക്കുക കേട്ടോ. പക്ഷെ ഇതിന്റെ വള്ളി എത്തൂല. വാട്ട് വിൽ ഡു മാൻ? വള്ളി എത്തൂലെന്ന് വെച്ചാൽ വള്ളി മേടിക്കണം. അല്ല, ഇവിടെ വള്ളിയുണ്ട്. ഞാൻ വള്ളി എടുത്തിട്ട് വരട്ടെ. അല്ല, നമ്മൾ എന്തോ ആവശ്യത്തിന് കുറെ വള്ളി മേടിച്ചിട്ടില്ലായിരുന്നോ? നമ്മളെ വള്ളിയാണല്ലോ. ഇവനെ കൊണ്ടുവരാഞ്ഞിട്ട് ഇവൻ ഭയങ്കര കരച്ചിലും കാർച്ചയും കൊണ്ടാകാഞ്ഞിട്ട് ആണോ? പനി വന്നിട്ട് അക്ഷരബോധത്തിനൊക്കെ പോയി. എന്നാടാ ഈ പ്രാവശ്യം കൊണ്ടാകാടാ. ഇത്തിക്ക് പോവാ നമുക്ക്. 1 മിനിറ്റ് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ സാധനവും പറിച്ച് കയ്യിലെടുക്കട്ടെ. ബീവിന്റെ മറ്റൊരു ഭഗഭേദമാണ് ഈ കാണുന്ന കുഞ്ഞ്, അല്ലേ? കുറ്റം പറയാ. ഓ ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അതായത് 18-ാം തീയതി കോട്ടയം ക്യാമറ സ്കാനിൽ ഞങ്ങൾ 2 മണിക്ക് ശേഷം വരുന്നതായിരിക്കും. നമ്മുടെ ഒരു ഡ്രീം കം ട്രൂ ആണ്. അതായത് ഞങ്ങളുടെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവാണ്. അങ്ങനെ നമ്മൾ
ഫൈനലി പാനാസോണിക് S1H ക്യാമറ വാങ്ങിച്ചു. അപ്പോൾ അത് നമ്മൾ ഞങ്ങൾ അത് മേടിക്കാൻ വേണ്ടി മൈക്കിൾ മെൻഡുണ്ട്. അപ്പം ഞങ്ങൾ നാളെ ഇവിടുന്ന് ഞങ്ങൾ വണ്ടി കയറി 18-ാം തീയതി ഞങ്ങൾ കോട്ടയം ക്യാമറ സ്കാനിൽ 2 മണിക്ക് ശേഷം വരുന്നതായിരിക്കും. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഞങ്ങളുടെ പുതിയതല്ല പിന്നെ S1H ക്യാമറ വാങ്ങിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ വിളിച്ച് സംസാരിച്ച് എല്ലാം നല്ല റേറ്റിൽ അവർ തന്നു. അതാണ് മെയിൻ പ്രൈസ്. നോക്കൂ, അതായത് അങ്ങനെ ഞങ്ങൾ എന്തായാലും ക്യാമറ സ്കാനിൽ വരും. അല്ലേ ഗൈസ്, നോക്കൂ, വേറൊരു കാര്യം, ഞങ്ങളുടെ സ്വപ്നമായിരുന്നു S1H. അടുത്ത നമ്മുടെ യാത്രയിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഫുൾ S1H-ലായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അടുത്ത യാത്ര അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സ് അപ്രൂവ്ഡ് ക്യാമറ, അതായത് സിനിമ എടുക്കാൻ പറ്റിയ ക്യാമറ, സിനിമയ്ക്ക് വേണ്ടി നിർമ്മിച്ച ക്യാമറ, എല്ലാ OTTയും അപ്രൂവൽ ചെയ്യുന്ന ഒരു ക്യാമറയാണ്. OTT കാലമാണല്ലോ, അത് കാരണം എന്ന് വെച്ചാൽ നമ്മളും അതിനുള്ള അപ്ഡേഷൻ ആകണമല്ലോ അല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ക്വാളിറ്റി ഭയങ്കരമായിട്ട് കൂട്ടാൻ വേണ്ടി പോവാണ്. അപ്പം 18-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഞങ്ങൾ ക്യാമറ സ്കാൻ കോട്ടയത്തുണ്ടാവും. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കോട്ടയത്ത് വരുന്നത്. അപ്പോൾ അവിടെ വന്ന് ഞങ്ങളുടെ സ്വപ്നമായ ക്യാമറ ഞങ്ങൾ സ്വന്തമാക്കും. ഞങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾ അവിടെ എത്തുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യം പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോ വീണ്ടും